മാറിപ്പോകാത്ത ഒരു വലിയക്കല്ലേ, നിന്റെ മാറത്തിരുമുട്ടു ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വലിയക്കല്ലേ, നിന്റെ മാറത്തിരുമുട്ടു ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുന്നു, കല്ലുമാറി കരളിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുന്നു, കല്ലുമാറി കരളിൽ കൃപ നിറയും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ദൈവമൊരു പ്രവൃത്തി ചെയ്യും. തക്കവിധത്തിൽ ദൈവമൊരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും. ഇടവും പല പല ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും. ഇടവും പല പല ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ വിശേഷവിധിയായാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. മനസ്സിലായാലേ? എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത് എന്തിനാണ്? വിശേഷവിധിയായി. ഒന്ന് പറഞ്ഞേ, വിശേഷവിധിയായി ദൈവത്തെ സ്നേഹിക്കാൻ. അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. എന്താണ് വിശേഷവിധിയായ എന്ന് പ്രത്യേകം പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എന്താണ് വിശേഷവിധിയായി? 5:46 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന യേശുവേ മഹത്വം മഹത്വം. മത്തായി 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, അത് പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്ക് പറയാം. എന്താണ്? ദൈവത്തെ
സ്നേഹിക്കാൻ. എങ്ങനെ സ്നേഹിക്കാൻ? വിശേഷവിധിയായി എന്ന് പറഞ്ഞ് വിശേഷവിധിയായി സ്നേഹിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കമ്പാരിസനാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈശോയോട് പറയും അത് മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെന്ന് പറയും. നിങ്ങളെ ന്യൂട്രലൈസ് കളയും. നിങ്ങൾ എന്ത് പുണ്യപ്രവർത്തികൾ ചെയ്താലും എപ്പോഴും നിങ്ങളുടെ ഒരു പ്രതിയോഗിയെ നിങ്ങൾ മനസ്സിൽ കാണണം. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? നിങ്ങളിപ്പോൾ ഉപവസിക്കുകയാണ്. അപ്പോൾ ഈശോ പറയും എന്തിനാണ് ഉപവസിക്കണത്? അത് മകളെ കെട്ടിക്കുക. തീർന്ന് ആ സാധനം ഉപവാസത്തിന് ഗ്യാസ് ഔട്ടായി. നിങ്ങൾ ഉപവസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈശോ ചോദിക്കും എന്തിനാണ് ഉപവസിക്കേണ്ടത്? അത് മകളെ കെട്ടിക്കാൻ. തീർന്ന്. എന്താ കാര്യം? അത് ഒരു വിഷയം വെച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സമ്മർദ്ദത്തിലാക്കുകയല്ലേ. ഒരു വിഷയം വെച്ചിട്ടേ ഞാനിവിടെ എൻ്റെ മകളെ കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകുമെന്നല്ലേ പറയണത്. ദൈവത്തെ ഭീഷണിപ്പെടുത്തിക്കണത്. എന്ന് പറഞ്ഞാൽ ചെയ്യണമെന്നല്ല അല്ല. നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞു എന്ന് കൂടി ഈ മാർക്കിടുന്ന ആളെ നോക്കൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം. ഒരു ചോദ്യത്തിന് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ എന്ത് മാർക്കിട്ടെന്ന് കൂടി മാർക്കിടുന്ന ആളെ നോക്കും. എന്താ കാര്യം? ഈ ചോദ്യത്തിന് മറ്റ് ചോദ്യങ്ങളെല്ലാം തോക്കുകയും ഈ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കോപ്പി അടിച്ചെന്നാണ്. അതാണ് സംഭവം. പറഞ്ഞാൽ മനസ്സിലാകേണ്ടത്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മിനിമം വോൾട്ടേജ് ഇല്ലാതെ പറ്റത്തില്ല. ഇതൊരു സീരിയസ്, ഞാൻ എന്നും നിങ്ങളോട് കാലയെ പിടിച്ച് പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളെ കാണുന്ന പോലെ പരിശുദ്ധാത്മാവിനെ ഫ്രണ്ടിൽ കാണണം. എന്നിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം. ഒന്ന് കൈ നെഞ്ചത്ത് വെച്ചേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിൽ വളരാൻ വിശേഷവിദ്യയായ സാക്ഷ്യത്തിനായി പരിശുദ്ധാത്മാവിനാൽ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ എവിടം വരെയാണ് എത്തിയത്? എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? എങ്ങനെ സ്നേഹിക്കാൻ? അതാണ് വിഷയം. ഇപ്പൊ ഓക്കെ ആയില്ലേ? അപ്പൊ ഇതാണ് എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം മറന്നു. ആശങ്കകൾ മറന്നു, വിവാഹം മറന്നു, ജോലി മറന്നു, മക്കളില്ലാത്ത അവസ്ഥ മറന്നു, ജോലി ഇല്ലാത്ത അവസ്ഥ മറന്നു. എല്ലാം നമ്മളെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയും എവരിത്തിങ് നമ്മളെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയും. ഇപ്പം ഈ അപ്പൻ്റെ കാര്യം, അപ്പൻ്റെ പേരെന്താണ്? സുധീർ കുമാർ എന്നാണ് ഈ അപ്പന്തനായ അപ്പൻ്റെ പേര്. ആ മകൻ്റെ പേര് ദിനദേവ്. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അന്ധരാണ്. ഇവർ അന്ധരായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഈ മകൻ്റെ വിഷയം എന്താണ്? അവന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. അപ്പോൾ അവനോടൊരു +1 കൊണ്ട് ചേർക്കും കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ +1 ആദ്യം അവിടെ ചെല്ലുമ്പോൾ എല്ലാ തടസ്സമാണേ. നിങ്ങൾ എല്ലാ തടസ്സമാണെന്ന് പറഞ്ഞ് പുറകോട്ട് പോകരുത് കേട്ടാ. ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. എവിടെയെങ്കിലും പോയി തടസ്സം എടുത്താൽ എന്നെ കഴിയില്ല, അവിടെ പോയിട്ട് അതൊന്നും നടക്കത്തില്ലെന്നാണ്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബാക്ക് അടിക്കും. ഉടമ്പടി എടുക്കുന്നവരൊരിക്കലും ബാക്ക് അടിക്കരുത്. മുമ്പോട്ട് തന്നെ പോകത്തുള്ളൂ. നമ്മൾ പുറകോട്ട് വരത്തില്ല. ഉടമ്പടി എന്താ കാര്യം? ഞാൻ നിനക്ക് മുമ്പേ പോകും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്
എൻ്റെ പേര് സോണിയ മേരി. ഞാൻ നെടുമുടിയിൽ നിന്ന് വരുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഷെഡിലാണ് താമസിച്ചിരുന്നത്. ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത്, നിയോഗം വെക്കുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ തോന്നി വീടിന് നിയോഗം വെക്കാം എന്ന്. അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങേക്കും ഈശോയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്കൊരു വീട് തന്നാൽ മതി, ഞാൻ നിയോഗം വെക്കുക എന്ന് പറഞ്ഞ് വെച്ചിരുന്നു. വീട്ടിൽ ചെന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് എനിക്കൊരു വീടിന് അനുവദിച്ചു. എൻ്റെ വീട് 7 മാസം കൊണ്ട് പണിതീരുകയും ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ നിന്നാണ് വരുന്നത്. ആ വീട്ടിൽ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എനിക്ക് അടുത്ത് തന്നെ ഒരു വാടക വീട് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത്. ആ വീട്ടിൽ നിന്ന് വെളുപ്പിനെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ആ പണിയുന്ന വീട്ടിൽ നിന്ന് കൂടുകയും മാതാവിൻ്റെ ലോക്കറ്റ് വീട് പണിയുമ്പോൾ വീട് മുഴുവൻ ഇട്ട് വീട് പണിതിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഞാൻ ആ വീട്ടിൽ നിന്ന് ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ എനിക്ക് നല്ലൊരു ഭവനം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. രണ്ടാമത് എനിക്ക് പനി കൂടിയിട്ട് രാത്രി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ രാത്രിയിൽ ഉറക്കത്തിൽ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ആവർത്തിച്ച് നീ പറയാൻ. ഞാൻ ഉച്ചത്തിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പനി മാറിക്കിട്ടി. എൻ്റെ മകൾ ഏഞ്ചൽ മരിയ UKG പഠിക്കുവാണ്. മകൾക്ക് പനിയും ഛർദിലും കഫക്കെട്ടും കൂടിയിട്ട് ഞങ്ങൾ ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചിട്ടും കുറവില്ലായിരുന്നു. കുഞ്ഞിന് ഛർദിൽ കൂടിക്കൊണ്ടിരുന്നു. ഉറക്കമില്ലാതെ ഒത്തിരി നാളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ പ്രാർത്ഥനയൊന്നും ശരിയായി വരുന്നതേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ രൂപം മെഴുകുതിരിയിൽ തെളിഞ്ഞു നിന്നു. അത് പിറ്റേ ദിവസം ആ 2 മെഴുകുതിരിയിലും കൂടെ തെളിഞ്ഞു നിന്നിരുന്നു. അതിനുശേഷം എൻ്റെ മകളുടെ പനി മാറുകയും ഛർദിലൊക്കെ മാറുകയും എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ എക്സാമിനും പ്രോഗ്രാമിനും ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും സാധിച്ചു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞ് പള്ളിയിൽ നിന്ന് വന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതാണ്. റോഡ് ക്രോസ് ചെയ്തു സ്കൂട്ടി വന്ന് മുട്ടിയിട്ട് തെറിച്ച് റോഡിൽ വീണു. വായെല്ലാം പൊട്ടിയിട്ട് രക്തമൊക്കെ വരുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിന് വഴിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന്. ആശുപത്രിയിൽ ചെന്ന് പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല. വായിലെ മുറിവിനൊക്കെ മരുന്ന് തന്നു. പിന്നെ ഭയമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് റോഡും വണ്ടിയൊക്കെ കാണുമ്പോൾ ആക്സിഡൻറ്റിന് ശേഷം. അത് കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ കൊടുത്ത് തന്നെയാണ് മാറിക്കിട്ടിയത്. പിന്നെ എൻ്റെ അമ്മച്ചിയാണെങ്കിൽ ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കി ഇറങ്ങുമ്പോഴത്തേക്കും BP കൂടി അമ്മച്ചി വീണെന്നറിഞ്ഞു. ഇവിടുന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്, എൻ്റെ മാതാവ് എൻ്റെ അമ്മച്ചിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്ന്. പക്ഷേ എൻ്റെ അമ്മച്ചി 1 മാസം കിടന്ന കിടപ്പായിരുന്നു. എന്നാന്ന് വെച്ചാൽ വീണിട്ട് എല്ല് തെന്നി മാറിപ്പോയി. അത് കാരണം അമ്മച്ചിക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, വേദനയായിരുന്നു. 1 മാസത്തോളം ആശുപത്രിയിൽ പോകാൻ ഭയമായത് കാരണം അമ്മച്ചി വന്നില്ല. ഞാൻ പിന്നെ മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മച്ചിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഉപ്പും തേനും തൈലമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഡോക്ടറിൻ്റെ റൂമിലൊക്കെ കയറുമ്പോൾ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കയറി. ഇവിടെ ലൈറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ഡോക്ടറെ കാണുവാനും എൻ്റെ അമ്മച്ചിക്ക് ഓപ്പറേഷൻ മൂലം ഇപ്പം അത്യാവശ്യം നടക്കാവുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉടമ്പടി പുതുക്കാൻ ഇവിടെ ക്ലാസ് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നത് പോലെ മനസ്സിലിങ്ങനെ വന്നു. എൻ്റെ അമ്മച്ചി വീട്ടിൽ തനിച്ചാണുള്ളത്.
അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇരിക്കുന്നിടത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവേ, എൻ്റെ വീട്ടിലാണ് ഞാൻ ഈ ഉപ്പിടുന്നത്, എൻ്റെ അമ്മച്ചീനെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടെ ഇത് കഴിഞ്ഞ് ഞാൻ മറന്നുപോയി എൻ്റെ കാര്യം. ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെല്ലുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ വാതിക്ക് ചെന്നപ്പോൾ തന്നെ ഗ്യാസിൻ്റെ സ്മെല്ല് ഭയങ്കരമായിരുന്നു. ഓടിച്ചെന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ ഗ്യാസിൻ്റെ ഒരടുപ്പിൽ അമ്മ ചായ ഇടുന്നു, മറ്റേ അടുപ്പ് തീ കെട്ടിട്ട് ഫുൾ ഓണായിട്ടിരിക്കുകയാണ്. അമ്മ എൻ്റെ അമ്മച്ചിനെ സംരക്ഷിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപ്പിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്നും സഞ്ചാരി മാതാവ് അവിടെ ചെന്ന് എൻ്റെ അമ്മച്ചിയെ സംരക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഫുഡ് ഉണ്ടാക്കി ഓൾഡ് ഏജ് ഹോമിലും പിന്നെ അത്യാവശ്യം സാമ്പത്തികം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുടെ വീടുകളിലും കൊടുക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിലും അനാഥാലയത്തിലും സാമ്പത്തിക സഹായം കൊടുക്കും. അവരെ ചെന്ന് കാണും, അവരുടെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് തൈലവും ഉപ്പും പുരട്ടി എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് സമയമെടുത്ത് അവരുടെ കാര്യങ്ങളിൽ അവർ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ പത്രം കൊടുക്കുന്നത്. ബൈബിൾ വായന അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കും ഞാൻ. എനിക്ക് നേരത്തെ ആദ്യമൊക്കെ എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര താമസമായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബൈബിൾ വായിക്കാനായിട്ട്. ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട്. എല്ലാ ദിവസവും കുറഞ്ഞത് 3 സാക്ഷ്യമെങ്കിലും കേട്ടിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ ഞാൻ കൂടാറുണ്ട്. ആരാധന കൂടിയിട്ട് ഷെയർ ചെയ്യും. പിന്നെ മറ്റുള്ളവരോടൊക്കെ അമ്മ മാതാവിനെ ഈശോനെയും കുറിച്ച് പറയും. ഞാൻ എൻ്റെ ആരെ കണ്ടാലും എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ഈശോനെ അമ്മ മാതാവിനെയും കുറിച്ച് പറഞ്ഞ് അവരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഞാൻ കാശുരൂപം കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട് എൻ്റെ സംരക്ഷണത്തിനായിട്ട്. ജപമാല ചൊല്ലിയാണ് ഞാൻ വീട്ടിലും എവിടെ പോയാലും യാത്രയിലും ഞാൻ ജപമാല ചൊല്ലിയാണ് നടക്കാറുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ദൈവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. ഞാൻ 22/3/2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഇതെൻ്റെ ഭർത്താവ് ജൂഡ്ലാൽ, മോള് ആൻ മരിയ. ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ്. പരിശുദ്ധമ്മ വഴി ഈശോ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ എനിക്ക് ലഭിച്ച രോഗസൗഖ്യമാണ്. എൻ്റെ കൈയുടെ തോളലിന് ഭയങ്കര വേദനയായിരുന്നു. ഭയങ്കര വേദന വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത അൽത്താരയിൽ തൈലമൊഴിച്ച് അവിടെ തിരികെത്തിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ആ ചേച്ചിയുടെ തൈലം എൻ്റെ തോളലിലേക്ക് വീഴുകയും അതൊരുപാട് എനിക്ക് വീണു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷേ ആ ഒരു നിമിഷം മുതൽ എൻ്റെ വേദന മാറി എന്നുള്ളതാണ്. പക്ഷെ ഞാനത് അറിയുന്നത് ഞാനത് ഓർക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. എനിക്ക് കൈക്ക് വേദനയില്ലല്ലോ എന്നുള്ളത്. അതാണ് എനിക്ക് ആദ്യം ലഭിച്ച രോഗസൗഖ്യം. ഇത് എൻ്റെ ഹസ്ബൻഡ് ടാക്സി ഡ്രൈവറാണ്. അപ്പം ഞങ്ങളുടെ പഴയ വാഹനം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നും ആക്സിഡൻ്റ് ആവും, വരുമാനമില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് ലോൺ അടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പുതിയ വണ്ടി മേടിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള കൃപയാലായിട്ട് ഞങ്ങൾക്ക് ഒരു പുതിയ വാഹനം വാങ്ങിക്കാനായിട്ടും സ്ഥിരമായിട്ടൊരു വരുമാനം ഞങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള കൃപ ലഭിച്ചു. മോൾക്ക് ഒരു അലർജി അസുഖം ഉണ്ടായിരുന്നു. ഏകദേശം 2 വർഷത്തോളമായിട്ട് അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മിക്കവാറും അവൾ ഹോസ്റ്റലിൽ പോയി വിളിച്ചിട്ട് വരണം ഡോക്ടറിനെ കാണിക്കാനായിട്ട്. മേല് മുഴുവൻ തിണർത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പുമിട്ട് എന്നും പ്രാർത്ഥിക്കും ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട്. മാതാവ് ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് മരുന്ന് കഴിച്ചു, പക്ഷെ മാറുന്നേ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ ഒരു വർഷത്തിലധികമായി പൂർണ്ണമായിട്ട് അവൾക്ക് സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ മോൾക്ക്
അവൾ 1.5 വർഷം +2 കഴിഞ്ഞപ്പോൾ മുതൽ ജർമ്മൻ പഠിക്കുകയായിരുന്നു, ജർമ്മനിക്ക് നേഴ്സിംഗ് പഠനത്തിനായിട്ട്. അപ്പം അവൾക്ക് B2 പരീക്ഷ എഴുതിയിട്ട് 2 പ്രാവശ്യം എഴുതി. പക്ഷേ ഒരൊറ്റ മൊഡ്യൂളെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരൊറ്റ മൊഡ്യൂൾ വെച്ച് തന്നെ അവൾക്ക് ജർമ്മനിക്ക് പോകാനായിട്ടും അവൾ 2024 ജൂണിൽ ജർമ്മനിക്ക് പോവുകയും അവളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഇപ്പോൾ വെക്കേഷനായിട്ട് ഇന്നലെ അവൾ വന്നതായിരുന്നു. ഇന്ന് തന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അവിടെ ചെന്നതിന് ശേഷം അവളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള വിസ അത് അവൾക്ക് ഒക്ടോബർ 2024 അവൾക്ക് ഇഷ്യൂ ചെയ്തതാണ്. പക്ഷേ അത് അവൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറി താമസിച്ചപ്പോൾ അവർ പുതിയ സ്ഥലത്തേക്ക് തരുമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്കത് പുതിയ സ്ഥലത്തേക്ക് അത് വന്നിട്ടുമില്ല. പഴയ സ്ഥലത്ത് അന്വേഷിക്കാൻ ചെന്നപ്പോൾ അത് അവർ അയച്ചിട്ടുണ്ട്. അതെവിടെയോ ഒരു മിസ്പ്ലേസായി, എവിടെയാണെന്ന് അവർക്കും അറിയില്ല. അതിനുവേണ്ടി മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചെങ്കിൽ അത് ഒരു 6 മാസത്തോളമായി. അങ്ങനെ അവളൊരു ടെമ്പററി വിസ വെച്ചിട്ടായിരുന്നു അവിടെ സ്റ്റേ ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. മെയ് 2025 മെയ് 30 ആകുമ്പോഴത്തേക്കും അത് തീരും. പക്ഷെ മെയ് ആയിട്ടും അതിന് യാതൊരുവിധ ഒരു മൂവ്മെൻറ്റും കാണുന്നില്ല. എന്ത് ചെയ്യും എന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കുന്നത് ഞാൻ മെയ് 2-ലാണ്. ഞാനത് ഉടമ്പടി പുതുക്കുമ്പോൾ മാതാവിന് പ്രത്യേകം ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവ് ഇതെനിക്ക് ഒരു അത്ഭുതമായിട്ടത് എനിക്ക് മാതാവ് തന്നതാണെന്ന് തന്നെ എനിക്കത് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് കൃപ ലഭിക്കണമേ എന്ന്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത 4ാമത്തെ ദിവസം തന്നെ മെയിൽ വരികയും അത് ആ മെയ് 16 തന്നെ അവൾക്കത് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതും ആ പഴയ വിസ എവിടെതാണോ അവൾക്ക് മിസ്സായത് ആ സെയിം വിസ തന്നെ അവൾക്ക് ലഭിക്കുകയും ആ പഴയ സ്ഥലം തന്നെയായിരുന്നു എഴുതിയിരുന്നത്. ആ സ്ഥലം മാറ്റി ഒരു പുതിയ വിസ അന്ന് തന്നെ അവർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ലഭിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രം കൊടുക്കുമ്പോൾ കൂടുതലും അക്രൈസ്തവർക്കാണ് പത്രങ്ങൾ കൊടുക്കാറ്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഇപ്പോൾ രോഗങ്ങളായിട്ടാണെങ്കിലും എന്തെങ്കിലും പഠിക്കുന്നതിൻ്റെ എന്തെങ്കിലും ആണെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് ചെയ്യും. എനിക്കത് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് മറ്റുള്ളവരോടാണ് ചോദിച്ചിട്ടാണെങ്കിലും അത് ചെയ്യാനായിട്ടുള്ള കൃപ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇന്നുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ കുർബാന അതൊരു അനുഭവമാക്കി മാറ്റിയത് ഉടമ്പടി എടുത്തതിന് ശേഷം. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു വിശുദ്ധ കുർബാന ഒരിക്കലും ഒരു അനുഭവമായിരുന്നില്ല. അതെന്നാണോ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയെ ഒരുപാട് സ്നേഹിക്കാനായിട്ടാണെങ്കിലും അതൊരു അനുഭവമാക്കി മാറ്റാനായിട്ട് സാധിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജെൻസി ആൻ്റണി. ഞാൻ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ വരുന്നത് 2023-ലാണ്. വരാൻ കാരണം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 3 പ്രാവശ്യമായിട്ടും പൊട്ടിപ്പോയ ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ അമ്മിച്ച് പറഞ്ഞ് ഈ കൃപാസനത്തിൽ നീ വന്ന് ഒരു ഉടമ്പടി എടുത്ത് നോക്ക്, അപ്പം ചിലപ്പം മാതാവ് സാധിച്ചു തരും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 2023 ഉടമ്പടി എടുത്ത് പിറ്റത്തെ ആഴ്ച തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ 2ാമത്തെ അനുഗ്രഹം, ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ ഈശോനോടൊരു ആഗ്രഹം പറയുമായിരുന്നു, എനിക്കൊരു കാറ് വേണം. 6 വർഷത്തോളമായി ആഗ്രഹം ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കണത്. സെപ്റ്റംബർ 27 ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ 2 സഹോദരിമാരിക്കും വണ്ടിയുണ്ട്. ഞാൻ എവിടെ പോയാലും 5000 രൂപ 6000 രൂപ മുടക്കിയാണ് അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്നത്, വേറെ വണ്ടി വിളിച്ച്. അപ്പം ഞാൻ ആഗ്രഹം എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 27 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ഡിസംബർ 30 എനിക്ക് ഈശോ ഒരു 14 ലക്ഷം രൂപയുടെ നല്ലൊരു പുത്തൻ വണ്ടി തന്ന് അനുഗ്രഹിച്ചു. അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് ദൈവം നടത്തി തന്നു. പിന്നെ 3ാമത്തെ സാക്ഷ്യം, ഞാൻ ഇവിടെ വന്ന് അന്ന് തന്നെ സെപ്റ്റംബർ 27 തന്നെ വന്ന് പോകുമ്പോൾ എൻ്റെ മകന് ഭയങ്കര തലവേദനയാണ്. അങ്ങനെ ഞാൻ ആ പോണ വഴിയിൽ തന്നെ അവിടെ ഒരു ഡോക്ടറുണ്ട് വീടടുക്കാറാവുമ്പോൾ. ആ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ്, എടി നിൻ്റെ എൻ്റെ ചുണ്ടത്ത് ഒരു പാണ്ട് പോലെ തുടക്കമുണ്ടല്ല, അത് എത്രയും പെട്ടെന്ന് കാണിക്കണം, നീ വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞ്.
ഞാൻ വീട്ടിൽ ചെന്ന് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞ് മരുന്ന് കഴിക്ക്, ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു. 2.5 മാസത്തോളം ഞാൻ ആ ഹോമിയോ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മൂത്ത മകൻ പറഞ്ഞ് അമ്മ വേറെ എവിടെയെങ്കിലും കാണിക്കുക, ആയുർവേദം ഒന്ന് കാണിച്ച് നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ആയുർവേദത്തിൽ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണം മരുന്ന് നിർത്തിക്കോ, അത് കഴിക്കണ്ട, നിർത്തിയിട്ട് നോക്കുമെന്ന് പറഞ്ഞ്. ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ മുതൽ, ആദ്യമായി ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഈശോൻ്റെ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ അന്ന് തുടങ്ങി ഉള്ളിൽ കഴിക്കുമായിരുന്നു, ചുണ്ടത്ത് പുരട്ടുമായിരുന്നു. മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞ്. അത് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കൊടുങ്ങല്ലൂർ ഒരു ഡോക്ടറുണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഈ മരുന്ന് എന്താണെന്ന് പറഞ്ഞില്ല, ചുണ്ടത്ത് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാനൊരു 10 ദിവസം മരുന്ന് കഴിച്ച്, അപ്പോഴും കുറവില്ല, ചുണ്ടത്ത് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഞാൻ ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ആൾ എന്നോട് പറഞ്ഞ് രവിപുരത്ത് ഒരു സ്കിന്നിന് ഡോക്ടറുണ്ട്, അവിടെ ഒന്ന് കാണിച്ച് നോക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഈശോനോട് പറഞ്ഞു ഞാനിനി ഒരു ഡോക്ടറെയും കാണിക്കൂല, എൻ്റെ ലാസ്റ്റത്തെ ഡോക്ടറാണ്. ഞാനവിടെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഈശോ ഇരിക്കണം ഡോക്ടറിന് പകരം അവിടെ ഇരിക്കേണ്ടത്, നേഴ്സിന് പകരം മാതാവായിരിക്കണം ആ പറ്റേലിരിക്കേണ്ടത്. എന്നോട് പറയണം ഇനി ഒരു കുഴപ്പവുമില്ല, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചെന്ന് പറയാൻ എൻ്റെ ഈശോ എനിക്ക് ഇടവരുത്തണമെന്ന് പറഞ്ഞ്. ഞാൻ അവിടെ കാശ് രൂപമായിട്ടാണ് പോയത്. ഡോക്ടറെ അടുത്ത് കയറുന്നവരെ ഞാൻ ഈ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഇരുന്നേച്ച്. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ് ഒരു കുഴപ്പവുമില്ല, പൂർണ്ണ സൗഖ്യം ഒരു കുഴപ്പമില്ല, പാണ്ടിൻ്റേതായ ഒരു ലക്ഷണവുമില്ല, കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡോക്ടറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്, ഡോക്ടറിൻ്റെ സ്ഥാനത്ത് ഈശോയായിരിക്കണേ, ഞാൻ ഡോക്ടറോട് പറഞ്ഞതാണ്. അപ്പോൾ ഡോക്ടർ ചിരിക്കണമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും കൂടി സംശയമുണ്ട്, ഡോക്ടർ ഒന്നും കൂടി നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ഡോക്ടർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ടോർച്ചടിച്ച് നോക്കിയിട്ടും പറഞ്ഞ് ഇല്ല ഒരു കുഴപ്പമില്ല, വറീഡാവണ്ട, ഒരു കുഴപ്പം കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞ്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ എന്നെക്കൊണ്ടൊന്ന് പറ്റുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ട് പള്ളികളിലായാലും പിന്നെ ഭക്ഷണത്തിനായാലും കൊടുത്ത് സഹായിക്കാറുണ്ട്, കുടുംബ യൂണിറ്റിലായാലും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രം ഞാൻ പാറൂര് പിന്നെ ചെറായിൽ അങ്ങനെ വണ്ടിക്ക് ഞാൻ കൊണ്ടുനടന്ന് കൊടുക്കും. കുമ്പസാരം ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. കുർബാനയിൽ എന്നെക്കൊണ്ട് പറ്റണിടത്തോളം ഞാൻ പോകാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറഞ്ഞോളുന്നു. ഇത് തന്നെയല്ല, ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ഈശോ എനിക്ക് എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്നിട്ടുണ്ട്.